Mechpsc ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. വളരെ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിന് തൊട്ട് മുമ്പ് 2016 എക്സാം നടന്നിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ എക്സാമും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതർ ബ്രാഞ്ചസിൻ്റെ എക്സാമും എല്ലാം കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിലബസ് ഡിസ്കഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഡീറ്റെയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ഒരു പോർഷൻസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. മൊഡ്യൂൾ 2-ൽ മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 15 മാർക്കാണ്. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 5 മാർക്ക്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് 5 മാർക്ക്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്ക് എന്നിങ്ങനെ വന്ന് ടോട്ടൽ 15 മാർക്ക്. മൊഡ്യൂൾ 2-ൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിലും 5 മാർക്ക് ഈച്ച് വന്നിട്ട് ടോട്ടൽ 15 മാർക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ മൊഡ്യൂൾ 4 മുതൽ 8 വരെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റുകളാണ് വരുന്നത്. അവിടെ തെർമോഡൈനാമിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 5-ൽ തിയറി ഓഫ് മെഷീൻസ് 10 മാർക്ക്. മൊഡ്യൂൾ 6-ൽ IC എൻജിൻസ് ആൻഡ് റെഫ്രിജറേഷൻ 10 മാർക്ക്. മൊഡ്യൂൾ 7 മാനുഫാക്ചറിംഗ് സയൻസ് ആൻഡ് പ്രോസസ്സസ് 10 മാർക്ക്. മൊഡ്യൂൾ 8-ൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 10 മാർക്ക്. ഈ ഒരു കോർ ഏരിയാസിൽ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടി അഡീഷണൽ ആയിട്ട് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ മാട്രിസസ്, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, വെക്ടർ ഡിഫറൻഷിയേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, കോംപ്ലക്സ് അനാലിസിസ്, ഫൊറിയർ സീരീസ്. ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സുകളെല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ സ്ഥിരം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. മാട്രിസസിലാണെങ്കിൽ റാങ്ക് ഫൈൻഡ് ചെയ്യാൻ, ഈഗൺ വാല്യൂ, ഈഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇതൊരു ഗേറ്റ് ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഈ ഒരു എക്സാംസിനും കാണാറുണ്ട്. 5 മാർക്കാണ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസിന് വരുന്നത്. അതിൽ തന്നെ സബ്ബായിട്ട് വരുന്ന ഒരു പോർഷനാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ മെക്കാനിക്സ് ഇൻക്ലൂഡഡ് ആണ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പിന്നെ സർവേയിങ്. ഇതിൽ സർവേയിങ് ടോപ്പിക്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുപാട് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബേസിക് മെക്കാനിക്സ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് മെക്കാനിക്കലിലും റിലേറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലൊക്കെ പഠിക്കുന്ന കുറേ പോർഷൻസ് തന്നെയാണ് ഇവിടെ മെക്കാനിക്സിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആവുന്നത്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ അവിടെ തെർമോഡൈനാമിക്സിൻ്റെ ബേസിക്സ്, പിന്നെ IC എൻജിൻസ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, പിന്നെ പവർ പ്ലാന്റ്സ്, പിന്നെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, ബേസിക് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കവർ ആവുന്നുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബേസിക് ആയിട്ടുള്ള സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ്, ഇപ്പോൾ ഇവിടെ പ്രോബ്ലമാറ്റിക് ഒക്കെ കൂടുതലും ചോദിക്കുന്നത് കാണാറുണ്ട്. പിന്നെ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോർഷൻസ്. ബേസിക് ഇലക്ട്രോണിക്സിലാണെങ്കിലും ഡിവൈസസ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, മെഷർമെൻറ്റ് ഡിവൈസസ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
ബേസിക് കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ സി പ്രോഗ്രാമിങ്ങിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് സിലബസ് വളരെ ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത് റാങ്ക് മേക്കിംഗ് പോർഷനായിട്ട് മാറാവുന്ന ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ സയൻസ്. സി പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. കോർ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. തെർമോഡൈനാമിക്സിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ബേസിക്കായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാവരും വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. തെർമോഡൈനാമിക്സിൻ്റെ കൂടെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു പോർഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ടോപ്പിക്ക് മൊത്തം സിലബസും നമുക്കിതിൽ കവറാവുന്നുണ്ട്. മൊഡ്യൂൾ 5 തിയറി ഓഫ് മെഷീൻസിൻ്റെ സിലബസ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാം, പല ടൈപ്പ് ഗിയർ ട്രെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വൈബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസും നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അതേപോലെ തെർമോഡൈനാമിക്സിലും ഫ്ലൂയിഡ് മെക്കാനിക്സിലും എല്ലാം പ്രോബ്ലംസും പ്രതീക്ഷിക്കാവുന്നതാണ്. മൊഡ്യൂൾ 6 IC എൻജിൻസ് ആൻഡ് റെഫ്രിജറേഷൻ ആണ്. അപ്പോൾ ഇവിടെ IC എൻജിൻ, അതിൻ്റെ പാർട്സുകൾ, പിന്നെ LMTD, NTU ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ മെത്തേഡ്സ് കാര്യങ്ങൾ, പിന്നെ റെഫ്രിജറേഷനിൽ വരികയാണെങ്കിൽ സൈക്രോമെട്രിക് ചാർട്ട്, പല ടൈപ്പ് റെഫ്രിജറേഷൻ സൈക്കിൾസ്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പല ടൈപ്പ് ടർബൈൻസ്, ആ ഡീറ്റെയിൽസുകളൊക്കെ നോക്കണം. മാനുഫാക്ചറിങ് സയൻസ് ആൻഡ് പ്രോസസ്സ് നമുക്ക് പ്രോബ്ലമാറ്റിക് അല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കൂടുതലും തിങ്കിങ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും ഈ ഒരു ഏരിയാസിൽ. ഇപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ലാറ്റിസ്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, പിന്നെ പല പ്രോസസ്സിൻ്റെ വാല്യൂസ്, ഇപ്പോൾ വെൽഡിങ് കേസുകളൊക്കെ ആണെങ്കിൽ അതിലുള്ള പലതരത്തിലുള്ള റേഷ്യോസ്, ഓക്സി അസറ്റിലിൻ ഗ്യാസസിൻ്റെ റേഷ്യോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. പിന്നെ കൂടാതെയുള്ള ബേസിക് ഇക്വേഷൻസൊക്കെ, ടൈം കാൽക്കുലേഷൻ, അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ പ്രോബ്ലമാറ്റിക് കുറവായിരിക്കും. ബേസായിട്ട് നമുക്ക് തിയറിറ്റിക്കലി ഓർത്ത് വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് മാനുഫാക്ചറിങ് സയൻസ് ആൻഡ് പ്രോസസ്സ്. മൊഡ്യൂൾ 8 ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനായിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, TQM, ISO സ്റ്റാൻഡേർഡ്സ്, പിന്നെ കൂടാതെ നമ്മുടെ നെറ്റ്വർക്ക് പ്രോബ്ലംസ് ടെക്നിക്സ് ആയിട്ടുള്ള CPM, PERT, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങും ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് അതെല്ലാം കൂടിച്ചേർന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതെല്ലാം കൂടിച്ചേരുന്ന ഒരു ഏരിയ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. ചിട്ടയായ പഠന രീതിയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയി ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യം നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചിരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സിലബസിൽ കവറാവുന്നുണ്ട്. അതിനോടുകൂടി റിലേറ്റ് ചെയ്യുന്നൊരു എക്സാമാണ് പോളിടെക്നിക് ലെക്ചറർ. ഇപ്പോൾ രണ്ടിനും ഓൾമോസ്റ്റ് സിലബസ് എല്ലാം സെയിമാണ്. അപ്പോൾ ആ ഒരു 2 എക്സാം ഒരുമിച്ച് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം, കുറേയേറെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്, സബ്സ്ക്രിപ്ഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
So keep watching. Thank you.